ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലിസ് ആർട്ട് വർക്സ്. ഇറ്റ്സ് മീ ഹന്ന. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാട്ടോ. ഫസ്റ്റത്തെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ മിസ്റ്റേക്സ് ഇതിലുണ്ടോ, അപ്പോൾ നിങ്ങളെല്ലാവർക്കും ക്ഷമിക്കാം. അപ്പം എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ പറയേണ്ടത്, കാരണം ഐ എ കൈവേറി. അപ്പോൾ നിങ്ങൾ എച്ചോ സ്വയം പൊക്കി അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ഞാനൊരു ക്രാഫ്റ്റ് ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, മെഹന്തി ഇടുന്നുണ്ട്, ആൻഡ് ഓൾസോ ഇപ്പോൾ ഒരു ജ്വല്ലറി ബിസിനസ്സിൻ്റെ പേജ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്, റെസിൻ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലായിടത്തും ഒരു ടച്ചപ്പ്, ആൻഡ് ഓൾസോ പെയിൻറ്റിങ്ങും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു കൈവേറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എന്നെ പറ്റിയുള്ള ഇൻട്രഡക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റേഷനറി കയറിയിട്ട് എനിക്ക് വേണ്ട ഐറ്റംസൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഐറ്റംസ് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൊക്കെ ചെയ്യാണ്ടായിരുന്നു, ഒരു ബൊക്കെ ഷീറ്റും പിന്നെ ചോക്ലേറ്റ്സൊക്കെ അതിന് വെക്കാനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡിസ്പെൻസർ ഇട്ട് ഞാൻ കുറേ ആയിട്ട് വാങ്ങിയ മുതലാവും യൂസ്ഫുള്ളാവും കുറേ ചിന്തിച്ചിട്ടുണ്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് വാങ്ങിയപ്പോൾ പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ റെഡിയാക്കി പിന്നെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റെസിന് യൂസ് ചെയ്യുമ്പോൾ വെക്കാൻ ഗ്ലൗസ്, പിന്നെ ചോക്ലേറ്റ്, ഫെയറിലേറ്റ്, പിന്നെ ഈ ഒരു ക്ലേ ആയിരുന്നു കേട്ടോ. ഇതും കുറേ ആലോചിച്ച് വേണ്ടേ വിചാരിച്ച് വാങ്ങിയതായിരുന്നു. പിന്നെ കുറച്ച് ക്ലിപ്പും ജൂട്ട് ത്രെഡും റിബണ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങി പുതിയതായിട്ട് നമ്മൾ ആകാംക്ഷയോടെ വാങ്ങിക്കാൻ അത് പിന്നെ അപ്പം തന്നെ ട്രൈ ഔട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഞാൻ വാങ്ങിയ ഉടനെ തന്നെ ഒക്കെ അൺബോക്സ് ചെയ്ത് എടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ക്ലേ വെച്ചിട്ടുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ആദ്യം ഒരു പീസ് എടുത്ത് എന്ത് ചെയ്യണ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ വിചാരിച്ചൊക്കെ മിനി ഹെഡ് ഷേപ്പിലൊന്നും ഡ്രിങ്ക് ഡിഷ് പോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ടൈം അവിടെ ഒരു ക്ലേ യൂസ് ചെയ്യുന്നത് 7th. ഇപ്പം ഞാൻ ഡിഗ്രിയാണ്. 7th എന്തോ പഠിക്കുമ്പം ജസ്റ്റ് ക്ലേ വെച്ചിട്ട് ബോൾസ് മാത്രമൊക്കെ ഉണ്ടാക്കിയിട്ട് ബോട്ടിലായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് സ്കൾപ്ചർ പോലെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ചാംസൊക്കെ പോലെ ഇപ്പോഴായിട്ട് ട്രൈ ഔട്ട് ചെയ്യുന്നത്. കുറേയൊക്കെ ശ്രമിച്ചു. എനിക്കിതിൻ്റെ പ്രോസസ്സൊന്നും അറിയില്ല. അതിമുള്ള കണ്ടതൊക്കെ വായിച്ചിട്ട് പക്ഷെ എനിക്ക് ഒരു ക്ലേ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഐ മീൻ ക്ലേ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, ബട്ട് ഭയങ്കര സ്റ്റിക്കിയാണ്. പിന്നെ നിങ്ങളെൻ്റെ കൈ കണ്ടല്ലോ, പെയിൻറ്റ് യൂസ് ചെയ്ത കണക്ക് കൈമ ഫുള്ളും ആ ഒരു ക്ലേൻ്റെ ഒരു വൈറ്റ് ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ഷേപ്പാക്കാൻ നോക്കി. ലാസ്റ്റ് പിന്നെ ഞാനൊരു നൈഫ് എടുത്ത്, അതായത് കട്ടർ എടുത്തിട്ട് ജസ്റ്റൊക്കെ ഷേപ്പൊക്കെ ചെയ്തു. ഏകദേശമൊക്കെ അങ്ങനെ രൂപത്തിലെത്തിയിട്ടോ. പിന്നെ ഒരു ഡ്രിങ്ക് ഡിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലേ റോളാക്കിയിട്ട് എൻ്റെ എഡ്ജസിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ശരിക്കും അവിടെ ഫിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ല അമർത്തിന് ഈ ഒരു ക്ലേമിൽ അതിൻ്റെ ഇതിൽ എഴുതി കണ്ടതാണ്. എങ്ങനെ അതിന് പ്രൊസീജിയറൊന്നും എനിക്കറിയില്ല. നമ്മൾ വാട്ടർ യൂസ് ചെയ്തിട്ട്, ഐ മീൻ സോയിൽ ക്ലേക്ക് യൂസ് ചെയ്യുന്നുണ്ടാവല്ലോ ഇപ്പോൾ ഒരുപാട് പേര്. അതുപോലത്തെ സോയിൽ ക്ലേൻ്റെ മാതിരി തന്നെ വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും ടെക്സ്ചറൊക്കെ. പിന്നെ ഞാൻ അതിന് എഡ്ജസൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഡ്രൈ ആവണതിൻ്റെ മുമ്പ് തന്നെ ഇതെനിക്ക് കിച്ചനാകാതെ ചാമാക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി തന്നെ ഈ ഒരു ഐപ്പിന് എന്താ തോന്നുന്നത് ഇതിന് പറയാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേറെയും വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബൊക്കെ ആയിരുന്നു ചെയ്യേണ്ടായിരുന്നു. വൈറ്റ് ഫ്ലവറിൽ ബ്ലാക്ക് ബൊക്കെ ഷീറ്റ് വെച്ചിട്ടുള്ളൊരു ബൊക്കെ ആയിരുന്നു. നമ്മൾ ആ ബൊക്കൊക്കെ ബൊക്കറ്റ് ഷീറ്റൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബോയും കൂടി ഫിക്സ് ചെയ്യേണ്ടിയിരുന്നു. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് B700 പറഞ്ഞ ഒരു ഗ്ലോ ആട്ടോ. ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരടുത്ത് മസ്റ്റായിട്ട് വേണ്ട ഐറ്റംസാണ്. പ്രത്യേകിച്ച് നമുക്ക് ഗ്ലൂ ഗണ്ണിന് പകരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഗ്ലൂ ആണ് കേട്ടോ അത്. പിന്നെ നമുക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് പെർഫ്യൂം ബഡ്ജറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അവർ പറഞ്ഞ ജസ്റ്റ് പെർഫ്യൂം ഒന്ന് റാപ്പ് ചെയ്തിട്ട് ബൊക്കെ ഷീറ്റ് സെയിം രീതിയിൽ റാപ്പ് ചെയ്തിട്ട് അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെയിം ബൊക്കെ ഷീറ്റ് തന്നെ വെച്ചിട്ട് റാപ്പ് ചെയ്ത് ബോക്ക് വെട്ടിയിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത് കാണണം കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം പോർട്രേറ്റില്ലാത്ത ലാൻഡ്സ്കേപ്പ് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ നമ്മളുണ്ടാക്കി ഫസ്റ്റത്തെ ഒരു മിനി ഡിഷ് പോലത്തെ ഐറ്റം കളറൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ ഷോർട്സൊക്കെ ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ ടാറ്റാ.